മക്കൾ അമ്മമാരെ കൈയൊഴിയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അമ്മമാർ മക്കളെ കൈയൊഴിയുന്നതും ഇന്ന് ഒറ്റപ്പെട്ട സംഭവമല്ല. അമ്മത്തൊട്ടിലുകളിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എപ്പോഴും. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതും ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതും? എനിക്കെപ്പോഴും തോന്നുക, ഇങ്ങനെ ഈ കുട്ടികളെ അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കുന്ന അമ്മമാരുണ്ടല്ലോ, അവരിലെ ഒരു 90% നിസ്സഹായതയുടെ അങ്ങേയറ്റം കൊണ്ട് ചെയ്യുന്നതാണ്. സമ്മർദ്ദത്തിൽ. കാരണം അവർ ആ കുഞ്ഞുണ്ടായത് ഏതെങ്കിലും വളരെ എന്താ പറയുന്ന കുഴപ്പം പിടിച്ചൊരു പശ്ചാത്തലം അതിനുണ്ടാവും. റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളോ അല്ലെങ്കിൽ അവരെ വളർത്താൻ യാതൊരു നിർവാഹവും ഇല്ലാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന. ഒരു സ്നേഹം ഇല്ലെങ്കിൽ അവർ വെറുതെ കുപ്പത്തൊട്ടിയിലൊക്കെ ഇട്ടിട്ട് പോകുമല്ലോ. ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് ആരെങ്കിലും പരിരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണല്ലോ. പിന്നെ നമ്മൾ ഈ കുട്ടികളെ കൊല്ലുകയും മറ്റും ചെയ്യുന്ന വാർത്തകൾ, അതെനിക്ക് തോന്നുന്നു ഇപ്പം പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അമ്മയുടെ ഒരു മനസ്സ് സ്നേഹമൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഞാനെപ്പോഴും ഓർക്കും, മറ്റെല്ലാ ജോലികൾക്കും ഒരു പരിശീലനം കൊടുക്കാറുണ്ട് അല്ലേ. ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും ആരെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എത്ര ചെറിയ ജോലിക്കും ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ നമ്മുടെ നാട്ടിൽ വിവാഹം എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്ന് പറയുന്നതിനൊന്നും ഒന്നും വെറുതെ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വെറുതെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഈ നമ്മൾ ലോകത്തിലെ ആളുകളെ നോക്കിയാൽ എല്ലാവരും വിവാഹിതരാവാൻ സന്നദ്ധരൊന്നുമല്ല. മറ്റൊരാളുടെ കൂടെ തൻ്റെ ജീവിതം പങ്കിടാനും ഒരു രണ്ടുപേർ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ അതിനകത്തുണ്ടല്ലോ. കുറേ പേർക്കത് ഇഷ്ടമല്ല. അതൊരു കുറ്റമല്ല. അവർ സ്വതന്ത്രരായിട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് മറ്റൊരാളുടെ ഇഷ്ടത്തിനകത്ത് കാര്യങ്ങൾ ചെയ്യാനും പെരുമാറാനൊന്നും ശേഷം താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം വെച്ചിട്ട് എല്ലാവരും ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ചിരിക്കണം. ഇപ്പം ഒരു സ്ത്രീ പറയാം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം, അത് ഇച്ചിരി പ്രത്യേക ടൈപ്പ് ഒരാളായിട്ട് കാണും അവരെ. അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയാം എനിക്ക് പ്രസവിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യമില്ല. അതൊന്നും പറയാൻ ഒരു ചോയ്സ് അവിടെ ആരും കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരം മനസ്സൊന്നും ഇല്ലാത്ത ഓരോരുത്തർ എങ്ങനെയൊക്കെയോ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളാകുന്നു. അവർക്ക് യാതൊരു തരളതയും അവരുടെ ഹൃദയത്തിലുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ബന്ധങ്ങളിലൊക്കെ പെടുന്നതോടുകൂടി അവർ മറ്റൊരു ട്രാക്കിലേക്ക് പോവുക. തികച്ചും ഹൃദയശൂന്യമായൊരവസ്ഥ. ഇങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നൊരു ബോൺ ക്രിമിനൽസാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ മറ്റൊരു അവസ്ഥയുണ്ട് കേട്ടോ. നമ്മൾ പത്രത്തിൽ വായിക്കില്ലേ, കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞിട്ട് അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു, അമ്മ രക്ഷപ്പെട്ടു. അല്ലെ കുട്ടികളെ പാലത്തിൽ നിറഞ്ഞിട്ട് എല്ലാവരോടും ചാടി, പക്ഷെ അമ്മ സർവൈവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ അമ്മയെ വലിയൊരു കൊലപാതകി എന്നുള്ള ഭയങ്കര ഒരു ദുഷ്ടയായിട്ടൊക്കെ കാണുക. പക്ഷെ ആ അമ്മമാരുടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ പലരും അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചോ ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ലാത്തവരൊക്കെ ആയിരിക്കും. ഇവർ ഈ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ വിചാരിക്കുക ഞാൻ മാത്രം ആത്മഹത്യ ചെയ്താൽ എൻ്റെ ഈ ഓമന കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ബന്ധുക്കളൊന്നും എന്നെ സഹായിക്കുന്നില്ല, എന്നെ മരണശേഷം ഏത് ക്രൂര കൈകളിലേക്കാണ് ഇവർ ചെന്നെത്തുന്നതെന്നൊക്കെയുള്ള ഭയങ്കരമായ ആകുലത കൊണ്ടാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെടുന്നത്. അപ്പോൾ അവർ വളരെ സങ്കടകരമായൊരു അവസ്ഥയിലുള്ള സ്ത്രീകളാണ്. എല്ലാവരും ഒരേ കാറ്റഗറിയല്ല. മാഡം നേരത്തെ പറഞ്ഞതുപോലെ മദർഹുഡ് ഒരു ബയോളജിക്കൽ പ്രൊസീജിയർ മാത്രമല്ലാതെ നിൽക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. മെറ്റേണൽ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് പ്രസവിക്കാത്തവരിലും അമ്മമാരല്ലാത്തവരിലും മെറ്റേണൽ ഇൻസ്റ്റിങ്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് ഈ മെറ്റേണൽ ഇൻസ്റ്റിങ്സ് ഉള്ളവർ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്കോ ക്രൈമിലേക്കോ വരുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള മാഡം ഇത്തരത്തിൽ മെറ്റേണൽ ഇൻസ്റ്റിങ്സിൻ്റെ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? മാതൃത്വം എന്ന് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് അത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ചിലത് ഒന്നും പഠിക്കാതെ തന്നെ നമ്മളുടെ അന്തർലീനമായിട്ട് കിട്ടും. ഒരു ദൈവം നമ്മൾക്കൊരു പ്രകൃതി നിയമം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് മാതൃത്വത്തെ നമ്മൾ കാണേണ്ടതും. നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്രയാസങ്ങളെല്ലാം വരുന്നത് ഇപ്പോൾ മാതൃത്വത്തിൻ്റെ ഉള്ളിൽ സ്ത്രീക്കുള്ള പ്രശ്നങ്ങൾ ഇതിനിങ്ങനെ എല്ലാത്തിനും പ്രയാസം വരുന്നത് എനിക്കെപ്പോഴും തോന്നാറുള്ളത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അനുകരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഉള്ള ആ ഒരു കൺസൾട്ടേഷൻ ആൾക്കാർ പോകാൻ
ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ മനഃശാസ്ത്രം പഠിച്ചവരെ, മനഃശാസ്ത്രജ്ഞന്മാരെ കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ വളരെയധികം നിയമിക്കണം. സൈക്കോളജി പഠിച്ചവരെ ജോലിയില്ലാതെ വളരെയധികം നിൽപ്പുണ്ട്. അവർക്കും ആശ്വാസമാകും. നമുക്ക് ഇപ്പോൾ മാഡം നേരത്തെ സൂചിപ്പിച്ചു, മാതൃത്വത്തിന് അവർക്ക് പ്രയാസം കൊണ്ടാണ് അവർ കുഞ്ഞിനെ വലിച്ചെറിയുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉപാധി, അതായത് ഇങ്ങനെ സംഭവിക്കുന്നു, പ്രയാസം വരുന്നു, പങ്കുവയ്ക്കാൻ ചിലപ്പോൾ വീടുകൾ ആരും അവർക്ക് കാണുന്നില്ല. അപ്പോൾ ഒരു മാനസിക ആരോഗ്യം സ്ഥിതി നമ്മുടെ സമൂഹത്തിൽ മെച്ചപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പം മാതൃത്വം അതെല്ലാം നമ്മൾക്ക് ചില കാര്യങ്ങൾ പ്രകൃതി നിയമം എന്നുള്ള രീതിയിൽ പോലെ പ്രകൃതി ദൈവം നമുക്ക് പകർന്നു നൽകുന്നതാണ്, നമ്മളത് പഠിച്ച് വരുന്നതുമാണ്. അതെല്ലാം സമൂഹത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. പക്ഷേ സമൂഹത്തിന് താഴത്ത് വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും പങ്കുവയ്ക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഉള്ള വിദ്യാസമ്പന്നരായ മാതാപിതാക്കളോ അയൽക്കാരോ ഉണ്ടെന്ന് വരില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ന സമൂഹത്തിൽ ജീവിക്കുന്നവർ, ഈ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് ഈ പ്രാഥമിക ആരോഗ്യം സംഘടന, അതായത് ആ കേന്ദ്രം അവരുടെ മാനസിക ആരോഗ്യവും അല്ലാത്ത ആരോഗ്യവും പരിഗണിച്ച് നമ്മൾ നിർബന്ധമായിട്ടൊരു ഹെൽത്ത് കാർഡ് വെച്ച് അവർ കണ്ടെത്തണം. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കിപ്പോൾ ചിലപ്പോൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റായികയല്ല. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒരു സമൂഹത്തിലുള്ള എല്ലാവരുടെയും വോട്ടെണ്ണാൻ വേണ്ടി നമ്മൾ എല്ലായിടത്തും പോകുന്നില്ലേ, എല്ലാവരെയും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാധ്യതയാണ് അവരുടെ ആരോഗ്യത്തും മാനസികമായിട്ടും അല്ലാതെയായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ പുരോഗമനം കൊണ്ടുവരുത്തുക. അപ്പോൾ ഇത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ വളരെ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വ്യക്തിക്ക് തന്നെ ഉന്നതി നേടും. അങ്ങനെയുള്ളൊരു ഇതിൽ കൂടെ പറയേണ്ടതല്ലെങ്കിലും പക്ഷെ അതിൽ തീർച്ചയായും മനസ്സിലായി വേണ്ടതാണത്. ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കപട സദാചാരവാദികൾ വളരെയധികം ഉള്ള ഒരു സംസ്ഥാനമാണ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എ സെക്ഷലി സ്റ്റാർവ്ഡ് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ മറ്റു മാർഗ്ഗമില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ നേരെ നടക്കുമ്പോൾ കുട്ടികളാകുമ്പോൾ അത് പ്രതികരിക്കത്തില്ല. പല കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പ്രതികരിക്കത്തില്ല. ഞങ്ങളുടെ നിർഭയയിലുള്ള കുട്ടികളിൽ തന്നെ ഏതാണ്ട് 73 കുട്ടികൾക്ക് മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും പ്രതികരിക്കത്തില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന തെറാപ്പി സെൻറ്ററുകളിലാണ്. അവിടെ ഇതുപോലെ മെൻ്റൽ റിട്ടാർഡേഷൻ, CP, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷിതാക്കളെ കാണിക്കത്തില്ല. അതൊക്കെ ഞങ്ങൾ നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു പെർവേർട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ആലുവ ജനസേവാ ശിശുഭവനിൽ രാത്രിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ വാർഡൻസ് തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയിട്ട് മൊബൈൽ ക്ലിപ്പ് കാണിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാം വിചാരിക്കും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട്, ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതായത് ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആർക്കും അറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു പെൺകുട്ടിയും കൊണ്ട് ഒരാൾ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കും, ആൺകുട്ടിയാണെന്നെ മകനാണെന്നോ അനിയനാണെന്നോ എന്നൊക്കെയുള്ളൊരു സംശയം. അതുകൊണ്ടാണ് ആൺകുട്ടികളുടെ കാരണം വെച്ചാൽ അത്രയ്ക്ക് സെക്ഷലി സ്റ്റാർവ്ഡായിട്ടൊരു സമൂഹമുണ്ട്. ഇതന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത്, മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് നമ്മുടെ ആ മെൻ്റൽ ഹെൽത്ത് ശരിയാക്കുന്ന രീതിയിൽ അംഗൻവാടിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, ഡേ കെയർ സെൻറ്ററിൽ പ്രോഗ്രാം ഉണ്ടോ, LKG UKGയിലുണ്ടോ, സ്കൂളിലുണ്ടോ? ഇല്ല. മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി ഉണ്ട്. എന്തുമാത്രം ഉണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ? നമ്മുടെ BEd ഒക്കെ പഠിച്ചിട്ടുള്ള അധ്യാപകർ എന്ത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷമാണ്. ഈ അമ്മമാർ വളർത്തുന്ന കുട്ടികളാണെന്നല്ലോ, എല്ലാം കുഞ്ഞുങ്ങളായിരുന്നു, നല്ല പിഞ്ചു മനസ്സായിരുന്നു. എന്താണ് അവരങ്ങനെ തിരിഞ്ഞു പോകുന്നത്? സോ ദർ ഈസ് സംതിങ് റോങ് ഇൻ അവർ സൊസൈറ്റി. അവരുടെ ഒരു സൊസൈറ്റിയിൽ പൊതുവായിട്ട് നമ്മുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബിക്കോസ് എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് റിഫോർമേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ഡിഗ്രി പഠിച്ച് MPhil പഠിച്ച് ഡോക്ടറേറ്റ് ഉണ്ടാകുന്ന ഒരാൾക്ക് വലിയ വിവരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ അതിനേക്കാളും വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ, വിവരം എന്ന് പറഞ്ഞാൽ അതിനൊരു വിവേകം അതുണ്ടാകുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തൊരു സെപ്പറേഷൻ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ച് നോക്കും, അവിടെ തന്നെ സ്ത്രീകൾ ഒരു സൈഡിൽ പോയിരിക്കും, പുരുഷന്മാർ വേറൊരു പോയി സൈഡിൽ. ആദ്യമേ തന്നെ ഈ പേര് അത് ബോംബെ പോലുള്ളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രാത്രിയാണെന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ സീറ്റിൽ ഒരു പുരുഷനിരുന്ന് പറഞ്ഞാൽ സംഭവിക്കത്തില്ല. വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും ആണെങ്കിൽ അങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കത്തില്ല. ഇതിങ്ങനെ വയ്ക്കുകയും ഇതാണ് വലിയ സദാചാരം എന്ന് പറയും, രാത്രി കണ്ടാൽ പീഡിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഈ ലോജിക്ക് എന്താണെന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നല്ല ശക്തമായിട്ടുള്ള ഇപ്പം തന്നെ ഡൊമസ്റ്റിക് വയലൻസ് എല്ലായിടും ഉണ്ട്. ഏത് രാജ്യത്താണ് ഇല്ലാത്ത? എല്ലായിടും ഉണ്ട്. പക്ഷേ ദേ ക്യാൻ ജസ്റ്റ് വാക്ക് ഔട്ട് ഓഫ് മാരേജ്, വിച്ച് ഈസ് നൗ എമേർജിങ് ട്രെൻഡ് ഇൻ കേരള.
ഒന്ന് പറഞ്ഞ് രണ്ടിനൊന്ന് ഉണ്ട്. അപ്പോൾ ഒരു കമ്പാറ്റബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റിനകത്ത് രണ്ടുപേർക്കും പറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് വി ആർ നോട്ട് എംപവറിങ് അവർ ഗേൾസ് ടു ഡു ദാറ്റ്. വ്യക്തമായിട്ട് പറയണം, എൻ്റെ ചോയ്സസ് ഇതാണ്, ദീസ് ആർ ദ തിങ്സ് വിച്ച് ഐ വിൽ കോംപ്രമൈസ്, ദീസ് ആർ ദ തിങ്സ് വിച്ച് ഐ കനോട്ട് കോംപ്രമൈസ്. അതർ പാർട്ടി ഷുഡ്സ് ഓൾസോ സേ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെല്ലാം അച്ഛനമ്മമാർ നല്ല മക്കളായിട്ട് വളർത്തിക്കൊണ്ട് വരികയും ദേ കനോട്ട് അഡ്ജസ്റ്റ്, ദേ വിൽ ജസ്റ്റ് വോക്ക് ഔട്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു കേസുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇത്ര ഏർലി ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു പെൺകുട്ടി പഠിച്ച് ഒരു ലോകം ഇറങ്ങി കണ്ട ഒരു പെൺകുട്ടി ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഫ്രീഡം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് പറിച്ചു നടുമ്പോഴോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി വലിയ സോഷ്യൽ റിഫോമേഴ്സ് ഒന്നും നമുക്കില്ല. സോഷ്യൽ റിഫോമേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളവരെ ട്രോൾ ചെയ്ത് നശിപ്പിച്ച് ഇല്ലാതാക്കും. അപ്പോൾ ആരും ഒരു നല്ല കാര്യം ധൈര്യമായിട്ട് പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ റിഫോമേഴ്സ് എന്താണ്, അവർ സമൂഹത്തിൽ നടക്കുന്ന മോശമായിട്ടുള്ള ഒരു കാര്യത്തിനെ അത് തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കൾച്ചർ. കുട്ടികളെ സംബന്ധിക്കുന്ന ക്രൈം ഇൻസിഡൻസിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മാതാക്കളായതുകൊണ്ട് മാതാക്കളുടെ കാര്യം പറയാം, മാതാവും ഇൻവോൾവ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഇഷ്യൂസിൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ പോലെയുള്ള സംഘടനകൾ എടുക്കുന്ന നിലപാട് എന്താണ്? മാതാവ് ഇൻവോൾവ് ചെയ്യുന്ന ഇഷ്യൂസ് ഇപ്പോൾ കൂടിയതായിട്ട് നമുക്ക് റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈൽഡ് അബ്യൂസ് കേസുകളിലൊക്കെ മാതാവ് തന്നെ കുട്ടികളെ അബ്യൂസിന് വിധേയമാകുന്ന ശോഭ മാഡത്തിനൊക്കെ വളരെ നമ്മൾ കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുന്ന അവരെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലിയാണ്. നമ്മൾ എടുത്തു നോക്കിയ കേസുകളെല്ലാം പരിശോധിച്ചാൽ എല്ലാവരെയും അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് പാരൻസിൻ്റെ കുടുംബങ്ങളായിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ ഈ മാതാപിതാക്കൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മണി ഒരു ഫാക്ടറായിട്ട് തന്നെ പലപ്പോഴും എങ്ങനെ പൈസ എളുപ്പത്തിലുണ്ടാക്കാം, അതിന് കുട്ടികളെ തന്നെ ഒരു മെറ്റീരിയൽ ആക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് അത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. നമുക്ക് ഓർക്കുമ്പോൾ പലപ്പോഴും അമ്മ തന്നെ ഒരു കുട്ടിയെ ചൈൽഡ് അബ്യൂസിന് വിധേയമാക്കുന്നതിന് വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ വേദനാജനകമാണ്. പക്ഷെ അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ആ കുട്ടി വളർന്നു വന്ന അവസ്ഥ, അല്ലെങ്കിൽ അമ്മയുടെ വിവാഹം കഴിച്ച ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം വളരെ മോശമായ ഒരവസ്ഥയിലാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ സ്ഥിതിവിശേഷവുമായിട്ട് നമുക്ക് കാണുന്ന അമ്മമാരെ കാണുന്നത്. അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇത് നമ്മൾ പ്രിവെൻഷനായിട്ട് അതിനെ നമ്മൾ ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികൾക്കാണെങ്കിലും ഇതും പലപ്പോഴും ഇങ്ങനെ കുട്ടികൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ അമ്മയാണെങ്കിൽ പോലും കുട്ടികളെ വേറൊരു ട്രാക്കിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അത് പറയാനൊരിടം കുട്ടികൾക്ക് നമുക്കൊരു സ്പേസ് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ. ഇല്ലെങ്കിൽ കുട്ടികൾ സ്വന്തം അമ്മയാകുമ്പോൾ ഒരിക്കലും കുട്ടികളെ സംശയിക്കില്ല. അപ്പോൾ അതിനൊരു സ്പേസ് കുട്ടികൾക്ക് ഉണ്ടാവണം, അതിനൊരു ആർജവും കുട്ടികൾക്ക് ഉണ്ടാവണം, അത് പുറത്ത് പറയാനായിട്ട്. അമ്മയാണെങ്കിൽ പോലും ഈവൻ അച്ഛനാണെങ്കിൽ പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ കൗൺസിലർ ഉണ്ടാവും, മാഡം പറഞ്ഞ പോലെ കൗൺസിലേഴ്സ് ഉണ്ടാവും, സ്കൂളുകളിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകാം. അവിടെ കുട്ടികൾക്ക് അത് തുറന്ന് പറയാനായിട്ട് അത് നമുക്ക് ഉണ്ടാവണം. അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്കും PTA പോലെയുള്ള സംവിധാനം സ്കൂളുകളിൽ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. മാഡം നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഒന്നിച്ചു വന്നിട്ടുള്ള PTA, അതിലും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തുടക്കത്തിലേ അത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് വേറൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് കുട്ടിയെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്. കുട്ടിയുടെ ഹോൾ ലൈഫിനെ അത് ബാധിക്കുകയാണ്. ആ പഠിത്തത്തെ ബാധിക്കുന്നു, പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു. കുട്ടി തന്നെ വീണ്ടും ഇതേ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം വരുന്നതായിട്ട് നമുക്ക് കമ്മീഷനിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മളതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പ്രിവെൻറ്റീവായിട്ടുള്ള മെത്തേഡ്സ് കണ്ടുകൊണ്ട് സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ തന്നെ കൊടുത്തേ മതി. എൻ്റെ മനസ്സിൽ വരുന്നത് ദാർശനികനായ ജെ കൃഷ്ണമൂർത്തിയുടെ ഒരു പ്രശസ്തമായ ഉദ്ധരണിയാണ്. ഒരു വീടിൻ്റെ ഊർജം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്, ആ വീട്ടിലെ അമ്മയാണ്. ആ സ്ത്രീയിൽ നിന്നാണ് ആ എനർജി എല്ലായിടത്തേക്കും പ്രസരിക്കുന്നതെന്ന്.
അത് സ്ത്രീ തിരിച്ചറിഞ്ഞ് ആ ഒരു പ്രകാശനാളമായി തുടരുക.